അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ കയറി കഴിച്ചു. അവിടെ നല്ല ചൂട് പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ചു. എല്ലാം കൂടെ ഒരു 80 രൂപയ്ക്ക് ആയി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ട്രിവാൻഡ്രത്തോട്ട് യാത്ര തിരിക്കാം. ഓക്കെ, ഈ ലെഫ്റ്റിലോട്ട് കാണുന്ന വഴിയാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വടകരയിലുള്ള അയ്യപ്പൻ്റെ ഒരു അമ്പലത്തിലോട്ടുള്ള വഴിയാണത്. വെയിലില്ലാത്തത് കൊണ്ട് അന്തരീക്ഷം ഇങ്ങനെ ഒരു മൂടലൊക്കെ ഉള്ളത് കൊണ്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഒരു ക്ലൈമറ്റ് പോലെ തോന്നുന്നു. ഭയങ്കര വെയിലും അല്ല, തീരെ അങ്ങ് ഡിം ലൈറ്റും അല്ല, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ആവറേജ് ലൈറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാം. കോട്ടയം 35 കിലോമീറ്റർ. രണ്ട് സൈഡും വയലാണ്. ഇവിടെ ഈ റോഡ് ഭയങ്കര വളവും തിരിവുമൊക്കെയുള്ള റോഡാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് കെയർഫുള്ളി, ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് അർജന്റീന ഫാൻസുകാരൊക്കെ ഉണ്ട്. അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ. ഇവിടുത്തെ എല്ലാവരും നോക്കുന്ന അർജന്റീനയുടെ കളിയാണ്. അർജന്റീന ഇപ്രാവശ്യവും വേൾഡ് കപ്പ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിൽ നിർത്തി താഴെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സീനറി ആയിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ടാറിട്ടിട്ടും ടാർ നിൽക്കാതെ മഴയത്തൊക്കെ ടാർ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒലിച്ചു പോകുന്ന പ്രതിസന്ധിയാണെന്ന് തോന്നുന്നു. കാരണം മൊത്തം തേരി ഇറക്കവും ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്പസ്വല്പം വെയിൽ വന്നു, എന്നാലും അത്ര നല്ല രീതിയിലുള്ള നീലല്ല. നേരെ കാണുന്നത് വാട്ടർ ടാങ്ക് ആണ്, പഴയ ഒരു വാട്ടർ ടാങ്ക്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലാബ്, കേരള വാട്ടർ അതോറിറ്റി. റോസ്മേരി ബസ് വരുന്നത് കണ്ടോ? നമ്മളെ പേടിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ. ഡേഞ്ചറസ് കാർ. ഫ്രണ്ട്സ്, നമ്മള് തളിയോലപ്പറമ്പെല്ലാം കഴിഞ്ഞു, ഏറ്റുമാനൂര് എത്താറായി.
ഏകദേശം ഇങ്ങനത്തെ ഇനി ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട്. അങ്ങനെ ഫോണ് ഇപ്പം ചാർജ് കുറഞ്ഞായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ചാർജ് ചെയ്തിട്ടു. അങ്ങനെ കുറച്ച് 1-2 ജംഗ്ഷൻ മിസ്സായി എന്ന് തോന്നുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റാം. എന്തായാലും നമ്മളിനി മേറ്റുമാനൂർ ബൈപ്പാസ് റോഡിലോട്ടാണ് ഇനി കയറാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു 3.5 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 3.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേറ്റുമാനൂർ ബൈപ്പാസ് റോഡിലോട്ട് കയറാം. ഇവിടെ നല്ല രസമാണ് ഈ സ്ഥലം. 2 സൈഡും മരങ്ങളുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. നേരെ കാണുന്നത് ഒരു കുരിശടിയാണെന്ന് തോന്നുന്നു. അതെ, കുരിശടിയാണ്. ഇത് ചെറിയൊരു കുരിശടിയാണ് ഫ്രണ്ട്സ്. മിക്കവാറും എല്ലാവരും ഇവിടെ വന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കോട്ടയം 15 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇതൊന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ സ്ഥലം കാണക്കരി എന്ന് പറയുന്ന സ്ഥലമാണ്. അത്യാവശ്യം ഒരു ചെറിയ ടൗൺ ആയിരുന്നു. നമുക്കിനി 1.5 കിലോമീറ്റർ കൂടെ പോകണം. 1.5 കിലോമീറ്റർ കൂടെ പോയിട്ടാണ് നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. അങ്ങനെ നമ്മുടെ ബൈപ്പാസ് റോഡ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. വല സൈഡ് കുശിനിക്കാരൻ ഒരു ഹോട്ടലുണ്ട്. പ്യുവർ വെജ് വൃന്ദാവൻ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ബൈപ്പാസ് റോഡ് നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡ് കാണുന്നത് മല്ലിക റെസിഡൻസി, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. നല്ല രസമുള്ള കാഴ്ച. ഏറ്റുമാനൂർ ക്ഷേത്രം ഇവിടെ വലത്തോട്ടം എന്നാണ് കാണിക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരു കവാടമുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞും പോവാം. പാറക്കണ്ടം, ഈ സ്ഥലത്തിന്റെ പേരാണ് പാറക്കണ്ടം. മണ്ണാർക്കാട് നേരെ തിരുവല്ല, നേരെ ശബരിമല ലെഫ്റ്റിലേക്ക്. അപ്പം നമുക്ക് നേരെയാണ് പോകേണ്ടത്.
ആൻഡ് പ്രൊസീഡ്, സ്ലോ ആൻഡ് പ്രൊസീഡ് ആണ്. നമ്മളവിടുന്ന് നേരെ റോഡിൽ കയറി. ഇവിടെയൊക്കെ പെർമിറ്റ് ലോറികൾ കിടപ്പുണ്ട്, ഹെവി ഗുഡ്സൊക്കെ ആയിട്ട്. ഇട സൈഡ് കള്ള്, ഊണ്, ഷാപ്പ് കറികൾ, കള്ള് ഷാപ്പ്. ഇവിടെ വെയില് പിന്നെ മങ്ങി, പിന്നെ മഴക്കാറ് കയറിയിട്ടുണ്ട്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കോട്ടയം നേരെ മൂവാറ്റുപുഴ അടുത്തോട്ട്. മൂവാറ്റുപുഴ 44, കോട്ടയം 14, പാല 18. എൻ്റെ കോട്ടയം. ഏറ്റുമാനൂര് എത്താറായി. അപ്പോൾ വഴിയിൽ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു, ടാക്സി. അങ്ങനെയാണ് ഞാൻ വണ്ടി ഒതുക്കിയത്. അപ്പോൾ അവൻ എറണാകുളത്തോട്ട് പോവുകയാണ്. അവിടെ നിന്നാണ് അവന് പിക്ക്. അത് ട്രിവാൻഡ്രത്തോട്ട് തന്നെ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റിൽ എടുത്തിട്ടുണ്ട് ആശാൻ. അങ്ങനെ അവന് ഒരു ബൈയും പറഞ്ഞ് അവനെ അങ്ങോട്ട് വിട്ടു. ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമുക്കിനി ഏറ്റുമാനൂരിലോട്ട് പോവാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂർ പേരൂർ റോഡിലാണ്. കണ്ടച്ചിറ എന്നൊരു സ്ഥലത്ത് നമ്മൾ എത്തിയായിരുന്നു. റൈറ്റ് സൈഡ് ചെറിയൊരു കുഴിച്ചടിയൊക്കെ ഉണ്ട്. ഈ റോഡ് ചെന്ന് കയറുന്നത് മണ്ണാർക്കാട് തിരുവഞ്ചൂർ റോഡിലാണ്. അല്ലെങ്കിൽ ആ റോഡ് നമ്മൾ പത്തനംതിട്ട റോഡെന്നും പറയാം. റോഡ് ചെറിയ രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെയും സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ വെച്ചുകൊണ്ട് അമ്മാമ്മമാരും അപ്പാപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒരു നേരം പോക്കാണ്. പിന്നെ അന്നുള്ളതിൻ്റെ വട്ടച്ചെലവിനുള്ള പൈസകൾ കിട്ടും. അവരതും കൊണ്ട് ഹാപ്പി. 500 രൂപ കിട്ടിയാലും അവർ ഹാപ്പിയാണ്. 200 300 കിട്ടിയാലും അവർ ഹാപ്പിയാണ് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഈ യാത്രക്കിടയിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി അവരുടെയൊക്കെ ജീവിത സാഹചര്യവും അവരുടെ ബിസിനസ്സിൻ്റെ നിലവാരമൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വീട്ടിലെ ഊണ് ബോർഡ് കണ്ടു. ഇവിടെ ഒരു സ്ഥലത്ത് വീട്ടിലെ ഊണ് 80 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്നൊരു ഊണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ കട ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ പിന്നെ അത് നടന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഊണോ വേറെ എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കാം, വിശക്കുമ്പോൾ കഴിക്കാം. സ്ഥലമൊക്കെ നല്ല രസമാണ് കാണാൻ. ഈ ചെറിയ മഴയുടെ ഈ മൂടലൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടെ ആകുമ്പം ഈ പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന റോഡ് സൈഡുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ആംബിയൻസ് തോന്നും. അങ്ങനെയാണിപ്പോൾ റോഡിലെ കാഴ്ചകൾ. ഏറ്റുമാനൂർ നഗരസഭ. ഇവിടെ മാലിന്യം ഇടരുത്.
ആംബുലൻസാണ്. നമുക്കൊന്ന് നിർത്തി കൊടുക്കേണ്ടി വന്നു. ഒരു ഓട്ടോ വശക്കേടായിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഡ്രൈവർ ഇരിപ്പുണ്ട്, പാസഞ്ചർ ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. വെൽക്കം ടു അരയൻകുന്ന്. കണ്ടോ ഫ്രണ്ട്സ്, നല്ല രസമുള്ള കാഴ്ചയാണ് അരയൻകുന്ന്. ഒരു യൂബർ അടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, 2 യൂബർ അടിച്ചു. ഒരെണ്ണം കൺഫേം കൊടുക്കുന്നതിന് മുമ്പ് മാഞ്ഞു പോയി. അടുത്തത് വന്നു, അത് കൺഫേം കൊടുത്തപ്പോഴേക്കും വണ്ടി നിർത്തി എങ്ങോട്ടാണെന്ന് കസ്റ്റമറെയൊക്കെ ഒന്ന് വിളിച്ചു വായിക്കാൻ വേണ്ടി നിന്നപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ എന്തായാലും കൊള്ളാം. കസ്റ്റമേഴ്സ് യൂബർ ഫെയറൊക്കെ എത്ര ആവുമെന്ന് ഇങ്ങനെ നോക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ ഒരു ഇതിൽ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പോയത്. പിന്നെ ഇപ്പോൾ രണ്ടാമത് നോക്കിയപ്പോൾ അത് അവർ ക്യാൻസലും ചെയ്തായിരുന്നു. എന്തായാലും വരട്ടെ. അപ്പോൾ നമ്മൾ തിരുവഞ്ചൂരെത്തി. തിരുവഞ്ചൂർ ടൗണ് പാസ് ചെയ്തു. ചെറിയ ട്രാഫിക് കാരണം ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. അവിടെ പെട്രോൾ പമ്പിൽ നിന്ന് ഓട്ടോയും 1-2 ചെറിയ ലോറികളൊക്കെ ഇറങ്ങിയതുകൊണ്ട് വണ്ടി കുറച്ചൊന്ന് മാറ്റിയൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരക്കിൽ ക്യാമറ ഓൺ ചെയ്തില്ല. തിരുവഞ്ചൂർ ഒരു അത്യാവശ്യം വലിയ ടൗണാണ്. കോട്ടയം ഏറ്റുമാനൂർ സൈഡും യൂബർ അടിക്കും. ഈ രണ്ടാമത് വന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ലോക്കൽ ട്രിപ്പായിട്ടാണ് തോന്നിയത്. 7 കിലോമീറ്റർ എന്തോ പിക്കപ്പും 12.5 കിലോമീറ്റർ ഡ്രോപ്പ്, അങ്ങനെ എന്തോ ആണ് തോന്നിയത്. അതിന് 300 എത്ര രൂപ കാണിച്ചു. നഷ്ടമാണ്, എന്നാലും ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഒരു ടാങ്കർ ഇവിടെ നിന്ന് മിൽമേരെ പ്ലാന്റിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഹെവി ലോഡാണ്. പുള്ളി പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇടത് സൈഡൊക്കെ ചെറിയൊരു വിശ്രമ കേന്ദ്രം പോലെയാണ്. കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കോട്ടയം നേരെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഡീവിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഓൾഡ് കോട്ടയം കുമളി റോഡാണ് ഇത്. അവിടെ ചെന്ന് റൈറ്റ് ഹാൻഡ് എടുത്ത് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് പോകാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതോ ഇനി അവിടെ എന്തെങ്കിലും റോഡ് പണി നടക്കുന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പാമ്പാടി, പൊൻകുന്നം, എരുമേലി, ശബരിമല ലെഫ്റ്റ്, കോട്ടയം, പുതുപ്പള്ളി വലത്തോട്ട്. നമ്മള് വലത്തോട്ട് കയറി. ഇവിടെ റോഡ്
അല്പം മോശമാണ്. ഇനി അവിടെ നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഫ്രണ്ട്, നമ്മൾ മണ്ണാർക്കാടത്ത് ലെഫ്റ്റ് കയറി പുതുപ്പള്ളി ജംഗ്ഷൻ അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് എടുത്ത് അങ്ങനെ പോകാം. കാരണം കോട്ടയവും ചങ്ങനാശ്ശേരിയൊക്കെ ആ റോഡ് നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട്, റെഡൊക്കെ കത്തി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ട്രാഫിക് കുറഞ്ഞ് ഈ വഴി അങ്ങ് പോവാം, അതായിരിക്കും എളുപ്പം. അതുകൊണ്ട് ഞാൻ ഈ വഴി ചൂസ് ചെയ്തു. ഇതാകുമ്പോൾ കുറച്ച് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന സ്ഥലമാണ്, റോഡും കുഴപ്പമില്ല. വെൽക്കം ടു കോട്ടയം ഈസ്റ്റ്. നമ്മളങ്ങനെ കോട്ടയത്തിന്റെ കിഴക്ക് ഭാഗത്തെത്തി. നമുക്കിതിലേ അങ്ങ് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മാപ്പ് നമ്മളെ ചങ്ങനാശ്ശേരി അവിടെ കോട്ടയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റോഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത റോഡ്. പക്ഷെ വലിയ ട്രാഫിക് ഒന്നുമില്ല. അത്യാവശ്യം വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. മറ്റേ MC റോഡ് പോലെ അത്ര വലിയ തിരക്കൊന്നുമില്ല. അവിടെ എവിടെയായിട്ട് കുറച്ച് വീടുകൾ കാണാം. ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയയുമാണ്, പക്ഷെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയൊരു സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? വാകത്താനം, കോട്ടയം. കണ്ണഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ വരുന്നത്. നല്ല രസകരമായ റോഡുകളും സ്ഥലങ്ങളുമായിരുന്നു. അവിടെ ക്യാമറ കുറച്ചു നേരം ചാർജിലിട്ടിരുന്നു. അങ്ങനെയാണ് ഈ റോഡിൽ കുറച്ച് ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. കണ്ണഞ്ചിറ, അതെ, കണ്ണഞ്ചിറ ടൗൺ. അത് കഴിഞ്ഞ് ചെറിയൊരു ടൗണാണ്. അത് കഴിഞ്ഞു ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ തേങ്ങണ എന്നൊരു ജംഗ്ഷനിലെത്തി. അതും ഇത്തിരി വലിയ ടൗണാണ്. ഇനി ഇവിടെ നിന്ന് നേരെ പെരുന്തുരുത്തി റോഡ്, തേങ്ങണ പെരുന്തുരുത്തി റോഡ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടെ സിഗ്നൽ റെഡായിരുന്നു. ഇപ്പോൾ നമുക്കുള്ള സിഗ്നലായി. അപ്പം നമുക്ക് പോവാം. ഞാൻ അവിടെ നിന്ന് റൈറ്റ് എടുത്തു, നേരെ പോയില്ല. റൈറ്റ് എടുത്തിനി ചങ്ങനാശ്ശേരി ബൈപ്പാസ് കയറി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് MC റോഡ് കയറി നേരെ അങ്ങ് പോവാം. ഈ സ്ട്രൈറ്റ് കിടക്കുന്ന റോഡ് തിരുവല്ല ചെന്ന് കയറുന്നതാണ് പറയുന്നത്. പക്ഷെ ആ റോഡ് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ വന്ന റോഡ് അത്ര ഒരു നല്ല റോഡല്ലായിരുന്നു. കുറച്ച് ദൂരമൊക്കെ കൊള്ളാം, പക്ഷെ കുറച്ച് ദൂരമൊക്കെ മോശമാണ്. അത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഒരു 3rd 4th കേട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മാപ്പിട്ട് കൂടുതൽ വണ്ടി ഓടിക്കുന്നവർ ഇങ്ങനത്തെ ഉള്ള റോഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം മെയിൻ ജംഗ്ഷൻസ് അല്ലെങ്കിൽ മെയിൻ റോഡ് തന്നെ നോക്കി വരുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്യൂവൽ ലാഭിക്കാം. ഈ 2nd 3rd ഒക്കെ ഇട്ട് മാറി വരുമ്പോൾ നല്ല
ഫ്യൂൽ ലോസ് ഉണ്ടാവും, അതുപോലെ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും എല്ലാവരും നോക്കുക. മാപ്പിൽ ലൊക്കേഷൻ ഇടുക, മാപ്പ് എവിടെ കൂടെയാണോ കാണിക്കുന്നതെന്ന് ആദ്യം നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വരേണ്ടുന്ന ഒരു റൂട്ട് മനസ്സിലുണ്ടാവണം. എന്നിട്ട് ആ ലൊക്കേഷൻ ആഡ് സ്റ്റോപ്പ് കൊടുത്ത് മിഡിലിൽ അങ്ങ് വയ്ക്കുക. മാപ്പിൽ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന യുവർ ലൊക്കേഷനും എൻ്റെ ലൊക്കേഷനുമാണ്. അപ്പോൾ അതിൽ ആഡ് സ്റ്റോപ്പ് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് സ്റ്റോപ്പ് കൊടുത്തിട്ട് അതിൽ മിഡിലിൽ നമുക്ക് വരേണ്ടുന്ന മെയിൻ റോഡിലെ ഒരു സ്ഥലം കൂടെ അങ്ങ് വച്ചു കൊടുത്താൽ മാപ്പ് ആ മെയിൻ റോഡ് തന്നെ കാണിച്ചു തരും. നമ്മുടെ ബ്ലോക്കാണ്, അതൊന്നും കാണത്തില്ല. നമ്മൾ ചെല്ലുമ്പോൾ ബ്ലോക്കൊക്കെ അങ്ങ് മാറും. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഇതിലേ വന്നെന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. നല്ല സ്ഥലമായിരിക്കും, പക്ഷെ അത്ര വലിയ നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരി ബൈപ്പാസ് കയറിയത്. അതായത് നമുക്കിനി നേരെ ചങ്ങനാശ്ശേരി ബൈപ്പാസിലോട്ട് കയറാം. ഇതിപ്പോൾ കുരിശുമൂട് ടൗൺ ആയി. നമുക്ക് നേരെ അത്യാവശ്യം വലിയ ടൗണാണ് ഈ കുരിശുമൂട് ടൗൺ എന്ന് പറയുന്നത്. വലിയ ഹോസ്പിറ്റൽസും ഒരുപാട് കടകൾ, ബിസിനസ് കേന്ദ്രങ്ങൾ, ബാങ്കുകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ എല്ലാം ഉണ്ട്. ക്രിസ്തു ജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ ഒരു ബൗണ്ടറിയാണ് കണ്ടത്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. സൈഡ് ഒരു മലങ്കര കാത്തലിക് ചർച്ചാണ്, പഴയ ഒരു ചർച്ചാണ്.